ഇനി നമുക്കൊരു ടൈം ടേബിൾ ചെയ്തെടുത്താലോ? പോക്കറ്റ് ടൈം ടേബിൾ മാത്രമല്ല കേട്ടോ, ഇതൊരു വീക്ക് ഷെഡ്യൂളായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. റിമൈൻഡറായിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനൊരു ക്യാറ്റിൻ്റെ തീമിലാണ് സംഭവം ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. എല്ലാ ഡേയ്സിലും ഓരോ ക്യാറ്റ് കാണും. നമ്മളെല്ലാം വരച്ചതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. അങ്ങനെ ഓരോരോ ക്യാറ്റ് ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. ഓരോ ക്യാറ്റിനും ഓരോ എക്സ്പ്രഷൻസാണ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കതിനകത്ത് ഡേയ്സൊക്കെ എഴുതി ഫില്ല് ചെയ്ത് വെക്കാം. ടൈം ടേബിൾ വേണമെങ്കിൽ ഇപ്പം തന്നെ ഫില്ല് ചെയ്യാം. മാർക്കർ ഇല്ലെങ്കിൽ ഇപ്പം തന്നെ ഫില്ല് ചെയ്തോ കേട്ടോ. ഞാൻ സെല്ലോ ടേപ്പ് വെച്ച് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, മാർക്കർ ഇല്ലെങ്കിൽ ഇപ്പം തന്നെ ടൈം ടേബിൾ എഴുതിക്കോളാൻ. ഇനി മാർക്കർ ഉണ്ടെങ്കിൽ നമുക്ക് സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്തതിന് ശേഷം നമുക്കിതിനകത്ത് എഴുതിയെടുത്താൽ മതി. അങ്ങനെ ഫുള്ളായിട്ട് എഴുതി കഴിഞ്ഞു. ഇനി നമുക്കിതെല്ലാം ഒരു കീ ചെയിനിലോട്ടാക്കിയാലോ? കീ ചെയിൻ തപ്പിപ്പോയാൽ എനിക്കൊരു റിങ് കിട്ടി. സോ ഞാൻ വിചാരിച്ചു ആ റിങ്ങിലോട്ടൊക്കെ എല്ലാം അങ്ങാക്കി വെക്കാമെന്ന്. അങ്ങനെ ഫുള്ളായിട്ട് ആക്കി എടുത്തിട്ടുണ്ട്. സംഭവം ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കടോ. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലല്ലോ.